ഹലോ മക്കളെ, മാഗ്നറ്റിസം ആൻഡ് മാറ്ററിന്റെ മറ്റൊരു വീഡിയോയിലേക്ക് എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം. സോ നമ്മൾ ഈ വീഡിയോയിൽ പഠിക്കാൻ ഉദ്ദേശിക്കുന്നത് വ്യത്യസ്ത മാഗ്നറ്റിക് ബിഹേവിയറിനെ പറ്റി ഡീറ്റെയിൽ ആയിട്ട് ചർച്ച ചെയ്യാൻ പോവുകയാണ്. നമ്മൾ ആദ്യം ചർച്ച ചെയ്യാൻ ഉദ്ദേശിക്കുന്നത് ഡയാമാഗ്നറ്റിക് സബ്സ്റ്റൻസ് എന്താണ്, എന്തുകൊണ്ടാണ് വസ്തുക്കൾ ഡയാമാഗ്നറ്റിക് ബിഹേവിയർ കാണിക്കുന്നത്. നോക്ക്, ഡയാമാഗ്നറ്റിക് സബ്സ്റ്റൻസ് എന്ന് പറഞ്ഞാൽ നിങ്ങളുടെ മനസ്സിലേക്ക് ആദ്യം വരേണ്ടത് ഒരു മാഗ്നറ്റിക് ഫീൽഡ് കൊണ്ടുവെക്കുമ്പോൾ എന്ത് ചെയ്യണം, അത് റിപ്പൽ ചെയ്തു പോകും, എതിരെ ആണ് ആക്ട് ചെയ്യുന്നത്. ഡയാമാഗ്നറ്റ് എന്ന് പറഞ്ഞാൽ ഒരു മാഗ്നറ്റിക് ഫീൽഡിലേക്ക് കൊണ്ടുവെക്കുമ്പോൾ നമ്മുടെ മെറ്റീരിയൽ എന്ത് ചെയ്യും, അത് റിപ്പൽ ചെയ്തു പോകും, വീക്കായിട്ട് റിപ്പൽ ചെയ്തു പോകും. അതിന് കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ ഡയാമാഗ്നറ്റിക് സബ്സ്റ്റൻസ് എപ്പോഴും പെയേഴ്സ് ആയിട്ടായിരിക്കും കാണുന്നത്. ഞാനാണെങ്കിൽ അതിൻ്റെ ഓറിയന്റേഷൻ വരച്ചാൽ 2s 2p ഒക്കെ വരച്ചു കഴിഞ്ഞാൽ, നിങ്ങൾ കെമിസ്ട്രി പഠിക്കുന്നതാണിത്, എന്നാലും ഞാൻ പറയുകയാണ്, 2s 2p ഒക്കെ വരച്ചു കഴിഞ്ഞാൽ നിങ്ങൾക്ക് മനസ്സിലാവും ഇവിടെ ഇലക്ട്രോൺസ് എങ്ങനെയാണ് കാണുന്നത്, പെയേഴ്സ് ആയിട്ടാണ് കാണുന്നത്. അതായത് ഒരാളുടെ മാഗ്നറ്റിക് ഡൈപോൾ മൊമെന്റിനെ മറ്റവൻ എന്ത് ചെയ്യും, ക്യാൻസൽ ചെയ്ത് കളയും. എപ്പോഴും പെയേഴ്സ് കാണും. സോ ഒരാളുടേത് മറ്റവൻ ക്യാൻസൽ ചെയ്യും, അടുത്തവൻ ക്യാൻസൽ ചെയ്യും. അങ്ങനെ പെയേഴ്സ് ആയിട്ടാണ് പോകുന്നത് കൊണ്ട് ഇവിടെയാണെങ്കിൽ സംഭവിക്കുന്നത് എന്താണ്, ഇവിടുത്തെ നെറ്റ് മാഗ്നറ്റിക് ഡൈപോൾ മൊമെന്റ് 0 ആയിരിക്കും സ്വാഭാവികമായിട്ട്. സോ എക്സ്റ്റേണൽ മാഗ്നറ്റിക് ഫീൽഡ് ഒന്നും ഇല്ല എങ്കിൽ നെറ്റ് മാഗ്നറ്റിക് ഡൈപോൾ മൊമെന്റ് എത്രയായിരിക്കും മക്കളെ, 0 ആയിരിക്കും. അപ്പോൾ ഒന്ന് ശ്രദ്ധിച്ചോണം, ഡയാമാഗ്നറ്റിക് സബ്സ്റ്റൻസിലാണെങ്കിൽ എക്സ്റ്റേണൽ മാഗ്നറ്റിക് ഫീൽഡ് ഇല്ലെങ്കിൽ നെറ്റ് മാഗ്നറ്റിക് ഡൈപോൾ മൊമെന്റ് വാല്യൂ 0 ആയിരിക്കും. അപ്പോൾ നിങ്ങൾ ചോദിക്കും, സർ എക്സ്റ്റേണൽ മാഗ്നറ്റിക് ഫീൽഡ് ഉണ്ടെങ്കിലോ? അപ്പോൾ ഞാൻ പറയും മക്കളെ, എക്സ്റ്റേണൽ മാഗ്നറ്റിക് ഫീൽഡ് ഉണ്ട് എങ്കിൽ ഇലക്ട്രോണിന്റെ സ്പിന്നിന്റെ ഓറിയന്റേഷൻ മാറും. ഇലക്ട്രോണിന്റെ സ്പിന്നിങ്ങിന്റെ ഓറിയന്റേഷൻ മാറുന്നതിന്റെ ഫലമായിട്ട് അത് വീക്കായിട്ട് ഓപ്പോസിറ്റ് മാഗ്നറ്റിസം കാണിക്കും. വീക്ക് ഓപ്പോസിറ്റ് മാഗ്നറ്റിസം കാണിക്കും. എന്തുകൊണ്ടാണ് വീക്ക് ഓപ്പോസിറ്റ് മാഗ്നറ്റിസം കാണിക്കുന്നത്? അതിന്റെ സ്പിന്നിങ്ങിന്റെ ഓറിയന്റേഷൻ സ്പിന്നിങ്ങിന്റെ ഓറിയന്റേഷൻ ചേഞ്ച് ചെയ്തതിന്റെ ഫലമായിട്ട് അത് എന്ത് ചെയ്യും മക്കളെ, വീക്ക് ഓപ്പോസിറ്റ് മാഗ്നറ്റിസം കാണിക്കും. അത്തരം മെറ്റീരിയലിനെ വിളിക്കുന്ന പേരാണ് ഡയാമാഗ്നറ്റിക് സബ്സ്റ്റൻസ്. അപ്പോൾ നോക്കി, ഡയാമാഗ്നറ്റിക് സബ്സ്റ്റൻസ് ആർ ദോസ് ഇൻ വിച്ച് ഇൻഡിവിജ്വൽ ആറ്റം, മോളിക്യൂൾ ഓർ അയോൺ ഡു നോട്ട് പൊസസ് എനി നെറ്റ് മാഗ്നറ്റിക് ഡൈപോൾ മൊമെന്റ് ബൈ ദെയർ ഓൺ. അവയ്ക്ക് സ്വന്തമായിട്ട് ഒരിക്കലും എന്ത് കാണിക്കാൻ കഴിയില്ല, നെറ്റ് മാഗ്നറ്റിക് ഡൈപോൾ മൊമെന്റ് കാണിക്കാൻ കഴിയില്ല. ബിക്കോസ് ദേ ഓൾവേസ് സീൻ ആസ് പെയേഴ്സ്. അവ എങ്ങനെയാണ്, എപ്പോഴും പെയേഴ്സ് ആയിട്ടാണ് നിലനിൽക്കുന്നത്. വെൻ സച്ച് സബ്സ്റ്റൻസ് ആർ പ്ലേസ്ഡ് ഇൻ എക്സ്റ്റേണൽ മാഗ്നറ്റിക് ഫീൽഡ്, അവയെ എക്സ്റ്റേണൽ മാഗ്നറ്റിക് ഫീൽഡ് കൊണ്ടുവച്ച് കഴിഞ്ഞാൽ ദേ ബിക്കം വീക്ക്ലി മാഗ്നറ്റൈസ്, വീക്കായിട്ട് മാഗ്നറ്റൈസ് ചെയ്യും ഇൻ ദ ഡയറക്ഷൻ ഓപ്പോസിറ്റ് ടു ദ മാഗ്നറ്റൈസിങ് ഫീൽഡ്. മാഗ്നറ്റൈസിങ് ഫീൽഡിന് ഓപ്പോസിറ്റ് എന്ത് ചെയ്യും, അത് വീക്കായിട്ട് മാഗ്നറ്റൈസ് ചെയ്യും. ഇലക്ട്രോൺസ്, കാരണം എന്താണ്, ഇലക്ട്രോൺസ് ഇൻ ദീസ് സബ്സ്റ്റൻസ് ആർ ഫൗണ്ട് ആസ് പെയേഴ്സ്. സാധാരണഗതിയിൽ ഇലക്ട്രോൺ എങ്ങനെയാണ് കാണപ്പെടുന്നത്, പെയേഴ്സ് ആയിട്ടാണ് കാണപ്പെടുന്നത്. ആർ ഓറിയന്റഡ് ഇൻ ഓപ്പോസിറ്റ് ഡയറക്ഷൻസ് ക്യാൻസലിംഗ് ഔട്ട് ഈച്ച് അതേഴ്സ് മാഗ്നറ്റിക് ഫീൽഡ്. ഒരാളുടെ മാഗ്നറ്റിക് ഫീൽഡ് മറ്റവൻ ക്യാൻസൽ ചെയ്തതിന്റെ ഫലമായിട്ട് ഇവിടെയാണെങ്കിൽ നെറ്റ് മാഗ്നറ്റിക് ഡൈപോൾ മൊമെന്റ് എത്രയായിരിക്കും, എപ്പോഴും 0 ആയിരിക്കും. പക്ഷേ ആണെങ്കിൽ നമ്മൾ എക്സ്റ്റേണൽ മാഗ്നറ്റിക് ഫീൽഡ് കൊടുക്കുമ്പോൾ അതിന്റെ സ്പിന്നിങ്ങിന്റെ ഓറിയന്റേഷൻ അത് കുറച്ചും കൂടെ ക്വാണ്ടം ഫിസിക്സ് ആണ്, കുറച്ചും കൂടെ ഡീപ്പായിട്ട് നമ്മൾ പറയേണ്ടി വരും. അവിടെയാണെങ്കിൽ നമ്മൾ അത്രയും ഡീപ്പായിട്ട് പഠിക്കാനില്ല. അപ്പം ഉറപ്പായിട്ടാണെങ്കിൽ എക്സ്റ്റേണൽ മാഗ്നറ്റിക് ഫീൽഡ് കൊടുക്കുന്നതിന്റെ ഫലമായിട്ട് അതിന്റെ സ്പിൻ ഓറിയന്റേഷൻ ചേഞ്ച് ചെയ്യുന്നതിന്റെ ഫലമായിട്ട് അതിന്റെയും വീക്ക്ലി ഓപ്പോസിറ്റ് മാഗ്നറ്റിക് ഫീൽഡ് ജനറേറ്റ് ചെയ്യുകയും അത് റിപ്പൽ ചെയ്ത് പോവുകയും ചെയ്യും. ഇത്തരം മെറ്റീരിയലിനെ വിളിക്കുന്ന പേരാണ് ഡയാമാഗ്നറ്റിക് സബ്സ്റ്റൻസ്. ഓക്കെ, ഇനി ഇവയുടെ പ്രത്യേകത എന്തൊക്കെയാണ്, നമുക്കിതെല്ലാം ഒരു ടേബിളിൽ പഠിക്കാം. പക്ഷെ ഇത് ജസ്റ്റ് ഒന്ന് കേട്ടിരിക്കുക, ഇതിന്റെ പ്രത്യേകത എന്തൊക്കെയാണ്. ഒന്ന്, ഡയാമാഗ്നറ്റിക് സബ്സ്റ്റൻസ് അലൈൻ ദംസെൽഫ് പെർപെൻഡിക്കുലർ ടു ദ മാഗ്നറ്റിക് ഫീൽഡ്. സോ എക്സ്റ്റേണൽ മാഗ്നറ്റിക് ഫീൽഡ് കൊണ്ടുവച്ച് കഴിഞ്ഞാൽ, എന്ത് ചെയ്യും, മാഗ്നറ്റിക് ഫീൽഡിന് പെർപെൻഡിക്കുലർ ആയിട്ടാണ് തൂക്കിയിട്ട് എന്ത് ചെയ്യും, അത് തെറിച്ചു പോകും. പക്ഷെ പെർപെൻഡിക്കുലർ ആയിട്ടാണ് അലൈൻ ചെയ്യുന്നത്. ഇപ്പോൾ എക്സ്റ്റേണൽ മാഗ്നറ്റിക് ഫീൽഡ് കൊണ്ടുവച്ച് എന്ത് ചെയ്യും, അത് മാഗ്നറ്റിക് ഫീൽഡിന് പെർപെൻഡിക്കുലർ ആയിട്ട് അലൈൻ ചെയ്യും. അതുപോലെ ആണെങ്കിൽ അത് എങ്ങനെ തെറിച്ചു പോകുന്നത്, എങ്ങനെയാണ്, സ്ട്രോങ്ങർ ടു വീക്കർ. സ്ട്രോങ്ങർ ഫീൽഡ് ആണ്. ഇതെന്താണ്, അങ്ങോട്ട് പോകുന്നത് വീക്കർ ഫീൽഡ് ആയിക്കൊണ്ടിരിക്കുകയാണ്. സോ എക്സ്റ്റേണൽ മാഗ്നറ്റിക് ഫീൽഡിന്റെ സ്ട്രോങ്ങർ ഫീൽഡിൽ നിന്നും വീക്കർ ഫീൽഡിലേക്ക് ഇത് മൂവ് ചെയ്യും. സ്ട്രോങ്ങർ ടു വീക്കർ എന്ന് പറഞ്ഞാൽ റിപ്പൽ ചെയ്ത് പോകുന്നതിന് പകരം പറഞ്ഞ പേരാണ് സ്ട്രോങ്ങർ ടു വീക്കർ ഫീൽഡിലേക്ക് അത് മൂവ് ചെയ്യും. When diamagnetic substances are kept in non-uniform magnetic field, കൊണ്ടുവച്ചാൽ എന്ത് ചെയ്യും മക്കളെ, സ്ട്രോങ്ങർ ടു വീക്കർ ഫീൽഡിലേക്ക് എന്ത് ചെയ്യും മക്കളെ, അത് റിപ്പൽ ചെയ്ത് പോകും. ഓക്കെ ആണോ? മാഗ്നറ്റിക് ഫീൽഡ് ലൈൻസ് ആർ വീക്ക്ലി റിപ്പൽഡ് ബൈ ഡയാമാഗ്നറ്റിക് സബ്സ്റ്റൻസ്. നമുക്ക് ഡയാമാഗ്നറ്റിക് സബ്സ്റ്റൻസ് മൂലമാണ് എന്ത് ചെയ്യും, അത് വീക്കായിട്ട് റിപ്പൽ ചെയ്ത് പോകും. ഇതൊക്കെ ഒരേ കാര്യം തന്നെയാണ്, എന്ത് ചെയ്യും, വീക്കായിട്ട് റിപ്പൽ ചെയ്ത് പോകും. അടുത്തത്,
റിലേറ്റീവ് പെർമിറ്റിവിറ്റി എന്താണ്? ലെസ് ദാൻ 1 ആണ്, 1നേക്കാളും ചെറുതാണ്. അതായത് മാഗ്നറ്റിക് ഫീൽഡ് എന്ത് ചെയ്യും മക്കളെ? അവോയ്ഡ് ചെയ്യും. ലെസ് ദാൻ 1 ആണ്. അതിന്റെ മീനിങ് എന്താണ്? ഇതിന്റെ അകത്തൂടെ മാഗ്നറ്റിക് ഫീൽഡ്സ് കടന്നു പോകില്ല എന്നല്ലേ? ആണ്. നമ്മൾ പഠിച്ചതാണ് റിലേറ്റീവ് പെർമിറ്റിവിറ്റി ലെസ് ദാൻ 1 എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മ്യൂആറിന്റെ വാല്യൂ 1നേക്കാളും ചെറുതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതിന്റെ മീനിങ് എന്താണ്? മാഗ്നറ്റിക് ഫീൽഡ്സ് അവോയ്ഡ് ചെയ്യും. മാഗ്നറ്റിക് സസെപ്റ്റിബിലിറ്റിക്ക് നെഗറ്റീവ് വാല്യൂ ആണ്. മാഗ്നറ്റിക് സസെപ്റ്റിബിലിറ്റിക്ക് നെഗറ്റീവ് വാല്യൂ കാരണം എന്താണ്? നമ്മളുടെ ആണെങ്കിൽ നമുക്കറിയാം മാഗ്നറ്റിക് സസെപ്റ്റിബിലിറ്റി I/H ആണ്. I നെഗറ്റീവ് ആയിട്ടാണ് മാഗ്നറ്റൈസ് ചെയ്യുന്നത്. നമ്മൾ മാഗ്നറ്റൈസ് ശ്രമിക്കുന്നതിന് ഓപ്പോസിറ്റ് ഡയറക്ഷനിലാണ് മാഗ്നറ്റൈസ് ചെയ്യുന്നത്. അതുകൊണ്ട് നമുക്ക് എന്ത് കിട്ടും? നെഗറ്റീവ് വാല്യൂ കിട്ടും. മാഗ്നറ്റിക് സസെപ്റ്റിബിലിറ്റി നെഗറ്റീവ് ആയിരിക്കും. അതുപോലെയാണെങ്കിൽ അതെന്തായിരിക്കും? Magnetic susceptibility നെഗറ്റീവ് ആണ്. സസെപ്റ്റിബിലിറ്റി ഓഫ് എ ഡയാമാഗ്നറ്റിക് സബ്സ്റ്റൻസ് ഡസ് നോട്ട് ചേഞ്ച് വിത്ത് ടെമ്പറേച്ചർ. അപ്പോൾ ടെമ്പറേച്ചർ കൂടിയേ കുറയുന്നതനുസരിച്ച് സസെപ്റ്റിബിലിറ്റിക്ക് യാതൊരു മാറ്റവുമില്ല. ടെമ്പറേച്ചർ ഇതിൽ ഡു നോട്ട് ഡിപ്പെൻഡ് ഓൺ ടെമ്പറേച്ചർ. സോ ടെമ്പറേച്ചർ കൂടിയേ കുറയുന്നതനുസരിച്ച് ആർക്കും മാറ്റമില്ല. മാഗ്നറ്റിക് സസെപ്റ്റിബിലിറ്റിക്ക് യാതൊരു മാറ്റവും ഉണ്ടാവുകയില്ല. ഇത്തരം മെറ്റീരിയലിനെ വിളിക്കുന്ന പേരാണെന്ത്? ഡയാമാഗ്നറ്റിക് സബ്സ്റ്റൻസ്. കാര്യം മനസ്സിലായോ? ശരി. അടുത്തത് പാരാമാഗ്നറ്റിക് സബ്സ്റ്റൻസ്. മക്കളെ പാരാമാഗ്നറ്റിക് സബ്സ്റ്റൻസ് എന്ന് പറഞ്ഞാൽ ഞാൻ എന്താണ് പറഞ്ഞത്? ചെറിയ കാന്തങ്ങളാണ് ഇത്. മാഗ്നറ്റിക് ഫീൽഡിൽ കൊണ്ടുവച്ച് കഴിഞ്ഞാൽ ചെറുതായിട്ട് അട്രാക്ട് ചെയ്യുന്ന ആൾക്കാരെ വിളിക്കുന്ന പേരാണ് പാരാമാഗ്നറ്റിക് സബ്സ്റ്റൻസ് എന്ന് പറയുന്നത്. ഫോർ എക്സാമ്പിൾ ആറ്റം മോളിക്യൂൾസ് ഓർ അയോൺ പാരാമാഗ്നറ്റിക് സബ്സ്റ്റൻസ് പോസസ് നോൺ സീറോ മാഗ്നറ്റിക് ഡൈപോൾ. അവർക്ക് ഉറപ്പായിട്ടും അൺപെയ്ഡ് ഇലക്ട്രോൺസ് കാണും. എന്ത് കാണും? അൺപെയ്ഡ് ഇലക്ട്രോൺസ് കാണും. സോ 2s 2p ഒക്കെ വരച്ചു കഴിഞ്ഞാൽ ഇവിടെ എന്ത് കാണും മക്കളെ? അൺപെയ്ഡ് ഇലക്ട്രോൺസ് കാണും. കണ്ടോ? അൺപെയ്ഡ് ഇലക്ട്രോൺസ് കാണുന്നതിന്റെ ഫലമായിട്ട് ഒരാളുടെ മാഗ്നറ്റിക് ഡൈപോൾ മൊമെന്റിനെ മറ്റേയാൾ ക്യാൻസൽ ചെയ്ത് കളയത്തില്ല. അതിന്റെ ഫലമായിട്ട് ഇവയ്ക്ക് എന്ത് കാണും? ഒരു വീക്ക് മാഗ്നറ്റിക് ഡൈപോൾ മൊമെന്റ് ഉണ്ടായിരിക്കും. ഒരു ചിഹ്ന കാന്തമായിട്ട്, ഒരു ചെറിയ കാന്തമായിട്ട് നിലനിൽക്കാൻ കഴിയും. ഓക്കെ, അടുത്തത് മാഗ്നറ്റൈസേഷൻ ആണ് പറയുന്നത്. ദേ ബിക്കം വീക്ക്ലി മാഗ്നറ്റൈസ്. ആണോ? ചെറുതായിട്ടൊരു മാഗ്നറ്റൈസേഷൻ കിട്ടും ഇൻ ദ ഡയറക്ഷൻ. കേട്ടോ, എങ്ങനെയാണോ മാഗ്നറ്റിക് ഫീൽഡ് മാഗ്നറ്റൈസ് ചെയ്യാൻ നോക്കുന്നത് അതിന്റെ സെയിം ഡയറക്ഷനിലാണ് എന്ത് ചെയ്യും? എക്സ്റ്റേണൽ മാഗ്നറ്റിക് ഫീൽഡിന്റെ സെയിം ഡയറക്ഷനിലാണെങ്കിൽ അത് വീക്ക് ആയിട്ട് മാഗ്നറ്റൈസ് ചെയ്യും. സോ നമ്മൾ എങ്ങനെയാണോ കാന്തമാക്കാൻ നോക്കുന്നത് അതേ ഡയറക്ഷനിൽ അതെന്ത് ചെയ്യും? വീക്ക് ആയിട്ട് കാന്തമാകും. ഇതിനെപ്പറ്റിയൊക്കെ വിശദമായിട്ട് നമ്മൾ മുന്നേ വീഡിയോയിൽ പഠിച്ചതാണ്. എന്താണ് സെയിം ഡയറക്ഷൻ എന്നൊക്കെ പറയുന്നത് എന്താണെന്ന് വളരെ വിശദമായിട്ട് പഠിച്ചതാണ്. ഇപ്പോൾ ഞാൻ ജസ്റ്റ് ഓടിച്ച് മുന്നേ പഠിച്ച കാര്യങ്ങൾ ജസ്റ്റ് ഓടിച്ച് പറഞ്ഞു തരികയാണ്. ഓക്കെ, ഇനിയാണെങ്കിൽ the dipoles are randomly organized അല്ലെങ്കിൽ oriented in the absence of magnetic field. മാഗ്നറ്റിക് ഫീൽഡിന്റെ ആബ്സൻസിലാണെങ്കിൽ ഡൈപോളുകൾ റാൻഡം ആയിട്ട് ഓർഗനൈസ് ചെയ്തിരിക്കുകയാണ്. അതിന്റെ ഫലമായിട്ട് നെറ്റ് മാഗ്നറ്റിക് ഡൈപോൾ മൊമെന്റ് എം നെറ്റിന്റെ വാല്യൂ എത്രയായിട്ട് മാറും മക്കളെ? 0 ആയിട്ട് മാറും. നെറ്റ് മാഗ്നറ്റിക് ഡൈപോൾ മൊമെന്റ് വാല്യൂ എത്രയായിട്ട് മാറും? 0 ആയിട്ട് മാറും. ഇനിയാണെങ്കിൽ എക്സ്റ്റേണൽ മാഗ്നറ്റിക് ഫീൽഡ് കൊടുത്തു കഴിഞ്ഞാലോ? എക്സ്റ്റേണൽ മാഗ്നറ്റിക് ഫീൽഡ് കൊടുത്തു കഴിഞ്ഞാൽ when the magnetic field is applied, external magnetic field അപ്ലൈ ചെയ്ത് കഴിഞ്ഞാൽ they partially align. ഫുള്ളി അലൈൻ ചെയ്യുമോ? ഇല്ല. ഇവിടെ പാർഷ്യലി അലൈൻ ചെയ്യും. 1-2 ആൾക്കാർ എന്ത് ചെയ്യും? നേരെ നിൽക്കും. അതിന്റെ ഫലമായിട്ട് എന്ത് ചെയ്യും? എങ്ങനെയാണോ മാഗ്നറ്റൈസ് ചെയ്യാൻ ശ്രമിച്ചത് അതിന്റെ സെയിം ഡയറക്ഷനിലാണെങ്കിൽ അത് വീക്ക് ആയിട്ട് മാഗ്നറ്റൈസ് ചെയ്യും. സോ എക്സ്റ്റേണൽ മാഗ്നറ്റിക് ഫീൽഡ് കൊണ്ടുവെക്കുമ്പോൾ എല്ലാ മാഗ്നറ്റിക് ഡൈപോൾ മൊമെന്റും എന്ത് ചെയ്യത്തില്ല? ഒരേ ഡയറക്ഷൻ അലൈൻ ചെയ്യത്തില്ല. കുറച്ച് പാർഷ്യലായിട്ട് കുറച്ച് ആൾക്കാർ എന്ത് ചെയ്യും? ഒരേ ഡയറക്ഷൻ അലൈൻ ചെയ്തതിന്റെ ഫലമായിട്ട് എന്ത് ചെയ്യും മക്കളെ? അതിനകത്താണെങ്കിൽ ഒരു വീക്ക് മാഗ്നറ്റ് ഡൈപോൾ മൊമെന്റ് ഉണ്ടാവും. അതെന്തായിരിക്കും? എങ്ങനെയാണോ നമ്മൾ മാഗ്നറ്റൈസ് ചെയ്യാൻ നോക്കുന്നത് അതിന്റെ സെയിം ഡയറക്ഷനിലായിരിക്കും അലൈൻ ചെയ്യുന്നത്. സോ സെയിം ഡയറക്ഷനിൽ ഒരു ചെറിയ കാന്തികശക്തി കിട്ടും. The behavior occur because of the presence of unpaired electrons. ഉണ്ടോ? ഇവിടെ എന്തുണ്ട്? അൺപെയർഡ് ഇലക്ട്രോൺസ് ഉണ്ട്. ഇവിടെയാണെങ്കിൽ പാരാമാഗ്നറ്റിക് സബ്സ്റ്റൻസിൽ ചിഹ്ന കാന്തങ്ങളാണ്, ചെറിയ കാന്തങ്ങളാണ്. എന്ന് പറഞ്ഞാൽ എന്താണ്? നോക്ക്, ചെറിയ കാന്തങ്ങളുടെ പ്രത്യേകത എന്തൊക്കെയാണ്? പാരാമാഗ്നറ്റിക് സബ്സ്റ്റൻസ് ആണെങ്കിൽ മാഗ്നറ്റിക് ഫീൽഡ് എങ്ങനെയാണോ മാഗ്നറ്റിക് ഫീൽഡ് മാഗ്നറ്റിക് ഫീൽഡ് നമ്മൾ പാരാമാഗ്നറ്റിക് സബ്സ്റ്റൻസ് കൊണ്ടുവച്ചാൽ എന്ത് ചെയ്യും? മാഗ്നറ്റിക് ഫീൽഡ് പാരലായിട്ട് എന്ത് ചെയ്യും മക്കളെ? അത് സസ്പെൻഡ് ചെയ്ത് കഴിഞ്ഞാൽ മാഗ്നറ്റിക് ഫീൽഡ് പാരലായിട്ട് ഇതിങ്ങനെ മാഗ്നറ്റിക് ഫീൽഡ് ആണെങ്കിൽ മാഗ്നറ്റിക് ഫീൽഡ് പാരലായിട്ട് എന്ത് ചെയ്യും മക്കളെ? ഇത് അലൈൻ ചെയ്യും. ഡയാമാഗ്നറ്റ് ആണെങ്കിൽ പെർപെൻഡിക്കുലർ ആയിട്ട് എന്ത് ചെയ്യും? വളരെ പതുക്കെ ആണെങ്കിൽ എന്ത് ചെയ്യും? പാരലായിട്ട് അലൈൻ ചെയ്യും. കേട്ടോ, നോൺ യൂണിഫോം മാഗ്നറ്റിക് ഫീൽഡ് എന്ത് ചെയ്യും? അത് വീക്കറിൽ നിന്നും, ഇത് വീക്കർ ഫീൽഡ് ആണ്, ഇത് സ്ട്രോങ്ങർ ഫീൽഡ് ആണ്, വീക്കറിൽ നിന്ന് സ്ട്രോങ്ങിലേക്ക് മൂവ് ചെയ്യും. അതായത് എന്ത് ചെയ്യും? അട്രാക്ട് ചെയ്യുന്നതാണ് അതിന്റെ മീനിങ് എന്ന് പറയുന്നത്. സോ നോൺ യൂണിഫോം മാഗ്നറ്റിക് ഫീൽഡ് കൊണ്ടുവച്ചാൽ അത് വീക്കറിൽ നിന്നും ദൂരയിൽ നിന്നും അടുത്തേക്ക് വരും. അതായത് അട്രാക്ട് ചെയ്യും. അതുകൊണ്ടാണ് വീക്കർ ഫീൽഡിൽ നിന്നും സ്ട്രോങ്ങർ ഫീൽഡിലേക്ക് അത് മൂവ് ചെയ്യും.
മാഗ്നറ്റിക് ഫീൽഡ്സ് ആർ വീക്ക്ലി അട്രാക്ട് ബൈ പാരാമാഗ്നറ്റിക് സബ്സ്റ്റൻസ്. നോക്ക്, ഇവിടെയാണെങ്കിൽ മാഗ്നറ്റിക് ഫീൽഡ്സ് വളരെ കുറച്ച് മാഗ്നറ്റിക് ഫീൽഡ് ലൈൻസിലൂടെ കടന്നു പോകും. അതുപോലെയാണെങ്കിൽ മാഗ്നറ്റിക് ഫീൽഡ്സിൽ എന്ത് ചെയ്യും? അട്രാക്ട് ചെയ്യപ്പെടും കേട്ടോ, അടുത്തേക്ക് വരും, പതുക്കെ വരത്തുള്ളൂ. അതുപോലെ മ്യൂവിന്റെ വാല്യൂ നോക്ക്. ഓക്കെ, their relative permeability is greater than 1. 1നേക്കാൾ കുറച്ച് കൂടുതലായിരിക്കും, വലിയ കൂടുതലല്ല, കുറച്ച് കൂടുതലായിരിക്കും കേട്ടോ. മ്യൂ ആറിന്റെ വാല്യൂ 1നേക്കാളും കുറച്ച് കൂടുതലായിരിക്കും ആരുടെ കേസിൽ? പാരാമാഗ്നറ്റിക് സബ്സ്റ്റൻസിന്റെ കേസിൽ. അതുപോലെ സസെപ്റ്റിബിലിറ്റി എന്ന് പറഞ്ഞാൽ പോസിറ്റീവ് ആയിരിക്കും, ഉറപ്പായിട്ടും പോസിറ്റീവ് ആയിരിക്കണം. കാരണം എന്താണ്? എങ്ങനെയാണോ കാന്തമാക്കാൻ ശ്രമിച്ചത് അതിന്റെ സെയിം ഡയറക്ഷനിലാണ് കാന്തമാകുന്നത്. അതുകൊണ്ട് ഉറപ്പായിട്ടും എന്ത് ചെയ്യണം? സസെപ്റ്റിബിലിറ്റി പോസിറ്റീവ് ആയിരിക്കണം, പോസിറ്റീവ് ആണ്. ഇനിയാണെങ്കിൽ ടെമ്പറേച്ചർ കൂടുന്നതനുസരിച്ച് എന്ത് ചെയ്യും? ടെമ്പറേച്ചർ കൂടുന്നതനുസരിച്ച് സസെപ്റ്റിബിലിറ്റി കുറഞ്ഞുകൊണ്ടിരിക്കും. സോ ടെമ്പറേച്ചർ കൂടുന്നതനുസരിച്ച് സസെപ്റ്റിബിലിറ്റി കുറഞ്ഞുകൊണ്ടിരിക്കും. ഈ നിയമത്തിനെ വിളിക്കുന്ന പേരാണ് ക്യൂരീസ് ലോ എന്ന് പറയും. ക്യൂരീസ്, മാഡം ക്യൂരീസ് ലോ. സോ ക്യൂരീസ് ലോ പറഞ്ഞ എന്താണ്? ഒരു പാരാമാഗ്നറ്റിക് സബ്സ്റ്റൻസിന്റെ ആണെങ്കിൽ ടെമ്പറേച്ചർ കൂടുന്നതനുസരിച്ച് അതിന്റെ സസെപ്റ്റബിലിറ്റി കുറഞ്ഞുകൊണ്ടിരിക്കും, അതിന്റെ കൈന്റെ വാല്യൂ കുറഞ്ഞുകൊണ്ടിരിക്കും. ഓക്കെ ആണോ? സോ നമുക്ക് പറയാം കൈ പ്രൊപ്പോർഷണൽ ടു എന്താണ്? 1 ഡിവൈഡ് ബൈ ടെമ്പറേച്ചർ ആണ്. ഇനിയാണെങ്കിൽ കൈ വിച്ച് ഇസ് ഈക്വൽ ടു എ കോൺസ്റ്റന്റ് ഡിവൈഡ് ബൈ ടെമ്പറേച്ചർ എന്ന് പറയും. സോ ഈ കോൺസ്റ്റന്റ് എന്ന് പറഞ്ഞാൽ എന്താണ്? ആ കോൺസ്റ്റന്റ് ആണ് ക്യൂരീസ് കോൺസ്റ്റന്റ്. ഇതാണത് ക്യൂരീസ് കോൺസ്റ്റന്റ് ആണ്. ഓക്കെ ആണോ മക്കളെ? ശരി. ഇനി അടുത്തതാണ് ഫെറോ മാഗ്നറ്റിക് സബ്സ്റ്റൻസ്. സോ ഫെറോ മാഗ്നറ്റിക് സബ്സ്റ്റൻസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സ്ട്രോങ് മാഗ്നറ്റിക് ബിഹേവിയർ ഉള്ള സബ്സ്റ്റൻസ് ആണ് ഫെറോ മാഗ്നറ്റിക് സബ്സ്റ്റൻസ് എന്ന് പറയുന്നത്. അതിന്റെ പ്രത്യേകത എന്താണ്? ആറ്റംസ്, മോളിക്യൂൾസ്, അയോൺസ് ഓഫ് ദിസ് സബ്സ്റ്റൻസ് ഹാവ് എ നോൺ സീറോ മാഗ്നറ്റിക് ഡൈപോൾ മൊമെന്റ്. ഉറപ്പായിട്ട് ഇവയ്ക്ക് എന്ത് കാണും? നോൺ സീറോ മാഗ്നറ്റിക് ഡൈപോൾ മൊമെന്റ് കാണും. ഓക്കെ ആണോ? ആറ്റം എടുത്താൽ ഇൻഡിവിജ്വൽ ആറ്റം എടുത്ത് അടിക്കുകയോ ഇൻഡിവിജ്വൽ അയോൺസ് എടുക്കുകയോ അതുപോലെയാണെങ്കിൽ മോളിക്യൂൾസ് എടുക്കുകയോ ചെയ്തു കഴിഞ്ഞാൽ ഇവയ്ക്ക് എന്ത് കാണും? ഒരു നോൺ സീറോ മാഗ്നറ്റിക് ഡൈപോൾ മൊമെന്റ് കാണും. അവ എന്ത് ചെയ്യും? ആ സ്ട്രോങ്ലി മാഗ്നറ്റൈസ് ചെയ്യും ഇൻ ദ ഡയറക്ഷൻ ഓഫ് അപ്ലൈഡ് മാഗ്നറ്റിക് ഫീൽഡ്. അപ്ലൈഡ് മാഗ്നറ്റിക് ഫീൽഡ് അതേ ഡയറക്ഷൻ എന്ത് ചെയ്യും മക്കളെ? ഇത് മാഗ്നറ്റൈസ് ചെയ്യും. അപ്ലൈഡ് മാഗ്നറ്റിക് ഫീൽഡിന്റെ സെയിം ഡയറക്ഷനിൽ മാഗ്നറ്റൈസ് ചെയ്യും. അതുപോലെയാണെങ്കിൽ ഇതിന്റെ സസെപ്റ്റിബിലിറ്റി വാല്യൂ എന്ന് പറയുന്നത്, സസെപ്റ്റിബിലിറ്റി എന്ന് പറഞ്ഞാൽ 1നേക്കാളും വളരെ കൂടുതലായിരിക്കും, പോസിറ്റീവ് ആയിരിക്കും, 1നേക്കാളും വളരെ കൂടുതലായിരിക്കും. സോ അതുപോലെയാണെങ്കിൽ ക്യൂരീസ് ലോ അപ്ലൈ ചെയ്യാൻ കഴിയും. നോക്ക്, ടെമ്പറേച്ചർ കൂടുന്നതനുസരിച്ച് സസെപ്റ്റിബിലിറ്റി കുറഞ്ഞുകൊണ്ടിരിക്കും. കുറഞ്ഞ് ടെമ്പറേച്ചർ കൂടുന്നതനുസരിച്ച് സസെപ്റ്റിബിലിറ്റി കുറഞ്ഞ് ഒരു ഫെറോ മാഗ്നറ്റിക് സബ്സ്റ്റൻസ് ആണെങ്കിൽ എന്ത് ചെയ്യും മക്കളെ? ഫെറോ മാഗ്നറ്റിക് സബ്സ്റ്റൻസിന്റെ സസെപ്റ്റിബിലിറ്റി കുറഞ്ഞ് ടെമ്പറേച്ചർ കൂടുന്നതിന്റെ ഫലമായിട്ട് എന്ത് സംഭവിക്കും? സസെപ്റ്റിബിലിറ്റി കുറഞ്ഞ് ഒരു ഫെറോ മാഗ്നറ്റിക് സബ്സ്റ്റൻസ് ആണെങ്കിൽ എന്തായിട്ട് മാറും? പാരാമാഗ്നറ്റ് ആയിട്ട് മാറും. ഓക്കെ, സോ ടെമ്പറേച്ചർ കൂടുന്നതിന്റെ ഫലമായിട്ട് ഒരു കാന്തം എടുക്കുക, അതിനെ ചൂടാക്കുന്നതിന്റെ ഫലമായിട്ട്, ടെമ്പറേച്ചർ കൂടുന്നതിന്റെ ഫലമായിട്ട് അതിന്റെ കാന്തിക ശക്തി, അതായത് മാഗ്നറ്റിക് സസെപ്റ്റിബിലിറ്റി എന്ത് ചെയ്യും മക്കളെ? അത് കുറഞ്ഞ് ഒരു ശക്തിയേറിയ കാന്തം, ശക്തി കുറഞ്ഞ കാന്തമായിട്ട് മാറും. ഒരു ഫെറോ മാഗ്നറ്റിക് സബ്സ്റ്റൻസ് പാരാമാഗ്നറ്റിക് സബ്സ്റ്റൻസ് ആയിട്ട് മാറും. സോ ഏത് ടെമ്പറേച്ചറിൽ വെച്ചാണോ ഫെറോ മാഗ്നറ്റ് പാരാമാഗ്നറ്റ് ആയിട്ട് മാറുന്നത്, ആ ടെമ്പറേച്ചറിനെ വിളിക്കുന്ന പേരാണ് ക്യൂരീസ് ടെമ്പറേച്ചർ. സോ ക്യൂരീസ് ടെമ്പറേച്ചർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇറ്റ്സ് എ പർട്ടിക്കുലർ ടെമ്പറേച്ചർ അറ്റ് വിച്ച് എ ഫെറോമാഗ്നറ്റിക് സബ്സ്റ്റൻസ് ഈസ് കൺവേർട്ടഡ് ടു പാരാമാഗ്നറ്റിക് സബ്സ്റ്റൻസ്. ഇഫ് യു ആർ ഹീറ്റിംഗ് അപ്പ് എ ഫെറോമാഗ്നറ്റിക് സബ്സ്റ്റൻസ്, ഒരു ഫെറോമാഗ്നറ്റിക് സബ്സ്റ്റൻസിനെ ഹീറ്റപ്പ് ചെയ്ത് കഴിഞ്ഞാൽ ഇറ്റ് ക്യാൻ കൺവേർട്ട് ടു പാരാമാഗ്നറ്റിക് സബ്സ്റ്റൻസ്. ഇറ്റ് ക്യാൻ റെഡ്യൂസ് ഇറ്റ്സ് മാഗ്നറ്റിക് സസെപ്റ്റിബിലിറ്റി. അപ്പോൾ മാഗ്നറ്റിക് സസെപ്റ്റിബിലിറ്റി എന്ത് ചെയ്യും? കുറഞ്ഞ് ഒരു ഫെറോ മാഗ്നറ്റിക് സബ്സ്റ്റൻസ് ആണെങ്കിൽ അതിൻ്റെ മാഗ്നറ്റിക് സസെപ്റ്റിബിലിറ്റി കുറച്ച് അവസാനം എന്തായിട്ട് മാറും മക്കളെ? അതൊരു പാരാമാഗ്നറ്റ് ആയിട്ട് മാറും. സോ ഫെറോ മാഗ്നറ്റ് ഏത് ടെമ്പറേച്ചറിൽ വെച്ചാണ് അത് പാരാമാഗ്നറ്റ് ആകുന്നത്, ആ ടെമ്പറേച്ചറിനെ വിളിക്കുന്ന പേരാണ് ക്യൂരീസ് ടെമ്പറേച്ചർ. ഓക്കെ ആണോ? കോൺസെപ്റ്റ് ക്ലിയർ ആയോ? അപ്പോൾ എനിക്ക് തോന്നുന്നു ഇപ്പോൾ നിങ്ങൾക്ക് ഈ 3 സബ്സ്റ്റൻസുകളും എങ്ങനെയാണ് ഉണ്ടായതെന്ന് മനസ്സിലായിട്ടുണ്ട്, എന്താണ് അതിൻ്റെ ബിഹേവിയർ എന്ന് മനസ്സിലായിട്ടുണ്ട്. ഏതൊക്കെയാണ്? ഒന്ന് ഡയാമാഗ്നറ്റ്, എതിർകാന്തം, ചെറിയ കാന്തം പാരാമാഗ്നറ്റ്, ശക്തിയേറിയ കാന്തമായ ഫെറോ മാഗ്നറ്റ്. ഓക്കെ ആണോ മക്കളെ? സോ ഞാൻ ഈ വീഡിയോയിൽ പറഞ്ഞ കംപ്ലീറ്റ് കോൺസെപ്റ്റ് നിങ്ങൾക്ക് മനസ്സിലായെന്ന് പ്രതീക്ഷിക്കുന്നു. ഞാൻ ഈ വീഡിയോ ഇവിടെ കൊണ്ട് വൈൻഡപ്പ് ചെയ്യുകയാണ്. ഹാവ് എ നൈസ് സ്റ്റഡി. ബൈ.